ഇന്ന് നമുക്ക് നാരായണിന്റെ മൂന്ന് ആൺമക്കൾ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഏത് നിമിഷവും മരണപ്പെടുമെന്ന് ഡോക്ടർ വിധി എഴുതിയ അമ്മ. ഈ അമ്മയ്ക്ക് മൂന്ന് ആൺമക്കളുണ്ട്. ഇതിൽ 2 പേർ ജോലിക്കാരാണ്. വെന്റിലേറ്ററിൽ നിന്നും അമ്മയെ മാറ്റി. അതുകൊണ്ട് തന്നെ മക്കൾ 3 പേരും അടുത്തുണ്ട്. പക്ഷെ ഇതിൽ 2 പേർക്കാണെങ്കിൽ എത്രയും വേഗം തിരിച്ചു പോകണം. അതിന് അമ്മ മരിക്കണമെന്ന് 2 പേർക്കും ആഗ്രഹവും. അമ്മയുടെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന 2 മക്കളും. എന്നാൽ മറ്റൊരു വശത്ത് ഇതിൽ 2 പേർക്കും 2 മക്കളുണ്ട്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ഇവർ 2 പേരും തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധം ആ ഒരു വീട്ടിൽ ഇതിനിടയിൽ വളർന്നു വന്നാലോ? അത് തെറ്റല്ലേ? കഥ എന്താണെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഭാസ്കറിനെയും ഭാര്യ നഫീസയെയും 2 മക്കളെയുമാണ്. ഭാസ്കറിനെ കണ്ടതും ഇളയ ചേട്ടനായ സേതുവും മൂത്ത ചേട്ടനായ വിശ്വനാഥനെ ചെന്ന് കെട്ടിപ്പിടിക്കും. സേതുവാണ് UK-യിലായിരുന്ന ഭാസ്കറിനെ വിളിച്ചു വരുത്തിയത്. കാരണം മൂവരുടെയും അമ്മ നാരായണി വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ മാറ്റുന്നതിന് മുൻപ് ഭാസ്കറിനെ വരുത്തിയതാണിപ്പോൾ. വെന്റിലേറ്റർ മാറ്റി വീട്ടിലേക്ക് അമ്മയെ കൊണ്ടുപോകും. ഒരു ദിവസത്തിനകം അമ്മ ജീവിച്ചിരിപ്പില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയതാണ്. ഈ വിശ്വനാഥന്റെ ഭാര്യയാണ് ജയശ്രീ, മകളാണ് അശ്വതി. ഇവർ കുടുംബ വീട്ടിലേക്കാണ് എത്തുന്നത്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇതുവരെ നോക്കിയിരുന്നത് സേതുവായിരുന്നു. സേതു ഇതുവരെയും വിവാഹവും കഴിച്ചിട്ടില്ല. മാത്രമല്ല, ഭാസ്കർ 25 വർഷം മുൻപ് മുസ്ലിമായ നഫീസയും കൊണ്ട് ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതിനാൽ നാട്ടിലും വീട്ടിലും ആകെ പ്രശ്നമായിരുന്നു. അതോടുകൂടി ഭാസ്കറിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാസ്കർ ഇപ്പോൾ നാട്ടിലേക്ക് എത്തുന്നതും. ഇവരുടെ മൂത്ത മകനാണ് നിഖിൽ. നിഖിൽ ജനിച്ച് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് മറ്റൊരു മകൾ ജനിച്ചതും. 2 ആൾക്കും UK-യിൽ നല്ല ജോലിയുമുണ്ട്. 2 മക്കളെയും ഒരു മതത്തിലും ഉൾപ്പെടുത്താതെയാണ് 2 പേരും വളർത്തുന്നതും. നഫീസ ഇതെല്ലാം ജയശ്രീയോട് പറയുന്നുണ്ട്. ജയശ്രീ ആരെന്നാൽ വിശ്വനാഥന്റെ ഭാര്യയാണ്. മറ്റൊരു വശത്ത് 3 സഹോദരങ്ങളും ഒരുമിച്ചിരുന്ന് സ്മോക്ക് ചെയ്യുമ്പോൾ ഉറക്കം വരാത്ത നിഖിലാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെല്ലും. അവിടെ TV കാണുന്ന അശ്വതിയെ കാണും. 2 ആളും പരസ്പരം പരിചയപ്പെടുകയാണ്. അശ്വതി സോഷ്യൽ വർക്കിൽ PG ചെയ്യുകയാണ്. കൂടാതെ നിഖിൽ ഒരു മൂവി ചെയ്ത കാര്യം പറയുമ്പോൾ അശ്വതി അത് കണ്ടിട്ട് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നു. അത് കേൾക്കുന്നതും നിഖിലിനും ഒരുപാട് സന്തോഷമായി. എല്ലാവരും താഴെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭാസ്കറിന് അമ്മയെ ഓർത്ത് നല്ല സങ്കടമാണ്. അടുത്ത ദിവസം നാരായണി മരിച്ചെന്ന് കരുതി സഹോദരിയെ ദേവകിയാണെങ്കിൽ വീട്ടിലേക്ക് എത്തുകയാണ്. മരിച്ചില്ലെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്നും പോകുവാനായും കൂട്ടാക്കിയില്ല. സേതുവിനാണെങ്കിലോ ആ വല്യമ്മയെ അത്ര ഇഷ്ടമേ അല്ല. അതേസമയം അശ്വതിയുടെ മുറിയുടെ മുന്നിലെത്തിയ നിഖിലാണെങ്കിൽ പുറത്തു പോകാൻ കൂടെ വരുമോ എന്ന് ചോദിച്ചു. അശ്വതി അവന്റെ കൂടെ പോകും. ഒരു കുളത്തിലേക്കാണ് അവർ പോയത്. ആ നാട്ടിലെ തന്നെ ഫേമസ് ആയ കുളമായിരുന്നു അത്. നിഖിലിന്റെ പെരുമാറ്റം കണ്ട് മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറയുവാനായി അശ്വതി പറയുമ്പോൾ, 5 വർഷമായി ഒരു പെൺകുട്ടിയുമായി ഞാൻ പ്രണയത്തിലായിരുന്നു. അവൾ എന്നെ ചീറ്റ് ചെയ്തു. മറ്റൊരുത്തനുമായി അവൾ പ്രണയത്തിലായി. അതോടെ അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെങ്കിലും ഒന്നും മറക്കാനാകുന്നില്ലെന്ന് നിഖിൽ പറയുമ്പോൾ അശ്വതി അവനെ സമാധാനിപ്പിച്ചു. എന്നിട്ടവർ വീട്ടിലേക്ക് മടങ്ങും. ആദ്യമായിട്ടാണ് നിഖിലിന് ഒരാളുടെ വശത്തു നിന്നും ഇതുപോലൊരു സമാധാനിപ്പിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് അവൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതേസമയം പണ്ട് ഇവരുടെ അപ്പന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി തിരിച്ചടയ്ക്കാനാകാതെ വസ്തു വിട്ടുകൊടുക്കേണ്ടി വന്ന രാമനും ചെറുമകനും വീട്ടിലേക്കെത്തി. ആ വസ്തു തിരികെ തരണം. 40 ലക്ഷം തരാമെന്ന് പറയുമ്പോൾ വിശ്വനാഥൻ സമ്മതിക്കത്തില്ല. 80 ലക്ഷം തരുമെങ്കിൽ ഞാനത് ഉറപ്പായും തിരിച്ചു തരാമെന്ന് വിശ്വനാഥൻ പറയുന്നു. അതിന് കഴിയാത്ത രാമനാണെങ്കിൽ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതെല്ലാം കണ്ടു നിൽക്കുകയാണ് ഭാസ്കർ. രാത്രി എല്ലാവരും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാനായി ഇരിക്കവേ അശ്വതിയെ നോക്കിയിരിക്കുകയാണ് നിഖിൽ. നിഖിലിന്റെ അശ്വതിയോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. പക്ഷേ അത് തെറ്റല്ലേ? അവർ സഹോദരങ്ങളല്ലേ? ഫുഡ് കഴിക്കാനായി എത്തിയ അശ്വതിയാണെങ്കിൽ രാമന്റെ കാര്യം തിരക്കുകയാണ്. അത് കേട്ട് വിശ്വനാഥൻ പറയുന്നത്, ആ രാമൻ വന്നിരുന്നോ? അതോ അയാളുടെ പഴയ വസ്തു തിരികെ ചോദിക്കാനാ? 40 ലക്ഷം പറഞ്ഞു, പക്ഷെ ഞാൻ കൊടുക്കത്തില്ല. അത് കേട്ട് ഭാസ്കർ പറയുന്നത്, അയാൾക്ക് എന്തോ ആ ഒരു വസ്തുവുമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടെന്നാ തോന്നുന്നത്. ആ ഒരു വസ്തു വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. 40 ലക്ഷം നല്ലൊരു എമൗണ്ട് അല്ലേ? പണ്ട് അയാൾ കുറഞ്ഞ കാശിനല്ലേ അച്ഛനത് വിട്ടുകൊടുത്തത് എന്നൊക്കെ ഭാസ്കർ ചോദിക്കുന്ന സമയത്ത് അത് കേട്ട് വിശ്വനാഥൻ പറയുന്നത്, ഇനി എത്ര വില തരാമെന്ന് പറഞ്ഞാലും ഞാനത് കൊടുക്കത്തില്ല. കാരണം പഴയൊരു വൈരാഗ്യമുണ്ട്. ഇയാളും ഇയാളുടെ കുടുംബക്കാരും നമ്മുടെ അച്ഛനെ ജാതിപ്പേര് പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുള്ളതാ. പിന്നെ അച്ഛൻ കുറച്ച് കഷ്ടപ്പെട്ട് കാശൊക്കെ സമ്പാദിച്ചതിന് ശേഷമാ നമുക്ക് ഈ വിലയൊക്കെ കിട്ടിയതെന്ന്
എന്നും വിശ്വനാഥൻ പറയുന്നു. അത് കേട്ട് ഭാസ്കർ പറയുന്നത്, ജാതിപ്പേര് പറഞ്ഞ് കളിയാക്കുന്ന കാര്യം അതിനെക്കുറിച്ച് ആരും ഇവിടെ പറയണ്ട, അതിപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അല്ല, നമ്മുടെ അശ്വതിയെ മറ്റൊരു ജാതിയിലുള്ള പയ്യനെ കൊണ്ട് നിങ്ങൾ വിവാഹം കഴിപ്പിക്കുമോ? ഇല്ലല്ലോ എന്നൊക്കെയുള്ള കാര്യം ഭാസ്കർ ചോദിക്കുമ്പോൾ അത് കേട്ട് വിശ്വനാഥന് ഒരുപാട് ദേഷ്യം വരും. നീയെ പണ്ടും ഇതുപോലെ തന്നെയാ, വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നീ അന്വേഷിക്കാറേയില്ല, നീ അങ്ങനെ ഒരുത്തൻ തന്നെയായിരുന്നു എന്നും വിശ്വനാഥൻ പറയുന്നു. സംഭവം കൈവിട്ടു പോകുന്നു എന്ന കാര്യം നമ്മുടെ സേതുവിന് മനസ്സിലാവുകയാണ്. സേതു അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അശ്വതിയും നിഖിലും കൂടി മറ്റൊരു റൂമിൽ മാറിയിരുന്ന് സംസാരിക്കുകയാണ്. പഴയ സാധനങ്ങളൊക്കെ വാരിയിട്ടിരിക്കുന്ന റൂമിലാണ് അവരിയ്ക്കുന്നതും. അടുത്ത ദിവസം രാവിലെ തന്നെ നാരായണിയെ ചികിത്സിക്കുവാനായിട്ട് ഡോക്ടർ എത്തുകയാണ്. നാരായണിയുടെ ആരോഗ്യനിലയൊക്കെ പരിശോധിച്ച ഡോക്ടർ പറയുന്നത്, വെന്റിലേറ്റർ ഇല്ലാതെ ഇത്രയും ദിവസം ജീവൻ പിടിച്ചു നിന്നെങ്കിൽ അതിന് പിന്നിൽ എന്തോ മിറാക്കിളാണ്. ഞാൻ ഒരു ദിവസമല്ലേ നിങ്ങളോട് പറഞ്ഞിരുന്നത്, എന്നാൽ ഇത് ഇത്രയും ദിവസം നിന്നത് ഒന്നുകിൽ നന്നായിട്ട് ആഹാരം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറയുന്നു. പക്ഷേ ഈ വിശ്വനാഥനും ഭാസ്കരനും എങ്ങനെയെങ്കിലും തിരിച്ച് അവരുടെ ജോലിയിലൊക്കെ കയറണം. അമ്മ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരികെ പോകാമല്ലോ എന്ന ചിന്തയാണ്. അമ്മ മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് വിശ്വനാഥനാണ്, രണ്ടാമത് ഭാസ്കറും. ഇവർക്ക് തിരികെ ജോലിയിലേക്ക് ജോയിൻ ചെയ്യണം, ഇതാണ് ഇവരുടെ ആവശ്യവും. എന്നാൽ സേതു അങ്ങനെയല്ല, സേതുവിന് അമ്മയെ നല്ലോണം നോക്കണമെന്ന് തന്നെയാണ്. അന്നേ ദിവസം തന്നെ ഇവരുടെ വിൽപത്രമൊക്കെ വായിക്കുവാനായിട്ട് വക്കീലെത്തുകയാണ്. വക്കീൽ പറയുന്നത്, അച്ഛന്റെയും അമ്മയുടെയും ബാങ്ക് അക്കൗണ്ടും പിന്നെ സ്വത്ത് വകകൾ ഉൾപ്പെടെ എല്ലാം തുല്യമായി 3 മക്കൾക്കും വീതിച്ചു നൽകണം എന്നാണ് വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ അത് കേട്ട് വിശ്വനാഥൻ ചോദിക്കുന്നത്, 25 വർഷം മുൻപ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ഭാസ്കർ പറഞ്ഞിരുന്നത് സ്വത്തിൽ ഒരു അവകാശവും വേണ്ട എന്നല്ലേ, അപ്പോൾ ഇത് 2ആയിട്ട് വീതിച്ചാൽ മതി എന്നും വിശ്വനാഥൻ പറയുന്നു. പക്ഷെ അതിന് ഭാസ്കർ മറുപടി ഒന്നും കൊടുക്കുന്നില്ല, തലയും കുനിച്ചിരിക്കുകയാണ്. കാരണം നഫീസയും കൊണ്ട് ഒളിച്ചോടി പോകുന്ന സമയത്ത് ഒരു സ്വത്തും ഇവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഭാസ്കർ പോയതും. അതുകൊണ്ടാണ് ഒരു മറുപടിയും പറയാനാകാതെ ഇരിക്കുന്നതും. പക്ഷെ അതെല്ലാം കേൾക്കുന്ന സേതുവിന് നല്ല സങ്കടമുണ്ട്. റൂമിലേക്ക് എത്തിയ ഭാസ്കർ ആണെങ്കിൽ അക്കാര്യം ഭാര്യയോട് പറയും. അപ്പോൾ ഭാര്യ പറയുന്നത്, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പിന്നെ UK-ൽ നമുക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അവൾ എടുത്തു പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം, കാശ് വാങ്ങണമെന്ന് തന്നെയാണ്. അത് കേട്ട് ഉടനെ തന്നെ അന്ന് രാത്രി ഫുഡ് കഴിക്കുവാനായി എല്ലാവരും റെഡിയാകുന്ന സമയം ഭാസ്കർ നേരെ വിശ്വനാഥൻ അടുത്തേക്ക് വന്നു. എന്നിട്ട് തന്റെ ഷെയർ തനിക്ക് വേണമെന്ന് വിശ്വനാഥനോട് ആവശ്യപ്പെട്ടു. പക്ഷെ വിശ്വനാഥനെ അത് കേട്ടതും ഒരുപാട് ദേഷ്യം വരും. 2 ഷെയറായിട്ട് വീതിച്ചെടുക്കാമെന്ന് വിശ്വനാഥൻ കരുതിയ സമയത്ത് ദേ ഇപ്പോൾ ഭാസ്കർ വന്നിരിക്കുന്നു, അവന്റെ ഷെയർ അവന് വേണമെന്ന്. വിശ്വനാഥൻ ഒരുപാട് ദേഷ്യമായി. അന്ന് നീ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഭാസ്കർ പറയുന്നത്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെന്നും ഭാസ്കർ പറയുന്നു. അത് കേട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അവസാനം വരെ നിന്നെ കാരണം ഒരുപാട് നാണക്കേടുകൾ അച്ഛൻ സഹിച്ചിരുന്നു. പിന്നെ അമ്മയെ കിടക്കുന്ന സമയത്തും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടാ അമ്മ സങ്കടപ്പെട്ടിരുന്നത്. അതൊക്കെ വിശ്വനാഥൻ പറയുകയാണ്. അതിനൊന്നും നമ്മുടെ ഭാസ്കറിന് മറുപടിയില്ലായിരുന്നു. ഭാസ്കർ തലകുനിച്ച് നിൽക്കുകയാണ്. ഇവരുടെ പ്രശ്നത്തിലെല്ലാം ഇടപെടുവാനായിട്ട് സേതുവും വന്ന് നിൽപ്പുണ്ട്. പക്ഷേ സേതു ആണെങ്കിൽ എല്ലാം കണ്ട് സങ്കടപ്പെട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല വിശ്വനാഥൻ പറയുന്നുണ്ട്, അച്ഛൻ മരിച്ചു കഴിഞ്ഞ് പിന്നെ അമ്മയെ കിടപ്പിലായില്ലേ, ആ സമയം ഈ വീടിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കിയത് ഞാനാ, അല്ലാതെ ഈ നിൽക്കുന്ന പൊട്ടനെ കൊണ്ട് എന്ത് ചെയ്യാനാകുമെന്ന് സേതുവിനെ നോക്കി പറയുന്നു. സേതുവിനെ പൊട്ടൻ എന്ന് വിളിച്ചത് സേതുവിന് സഹിക്കാനായില്ല. സേതു ഉടനെ തന്നെ അടുക്കളയിലേക്ക് വന്ന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് അശ്വതിയുടെ റൂമിലേക്ക് എത്തി സംസാരിച്ചിരിക്കുകയാണ് നിഖിൽ. നിഖിലാണെങ്കിൽ സേതുവിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. എന്തുകൊണ്ടാ സേതു അങ്കിൾ വിവാഹമൊന്നും കഴിക്കാത്തത് എന്ന് നിഖിൽ ചോദിക്കുന്ന സമയത്ത് അശ്വതി പറയുന്നത്, അത് അങ്കിളിന് കുഞ്ഞിക്കാലത്തെ എന്തോ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെയാ കരുതുന്നത്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വിവാഹം നടക്കാത്തത്. പിന്നെ നിന്റെ അച്ഛൻ നഫീസ ആന്റിയെ വിളിച്ചുകൊണ്ട് പോയില്ലേ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നു, അതൊക്കെ കാരണമാകാം വിവാഹമൊന്നും നടക്കാതെ പോയതെന്നും ഉള്ള കാര്യമൊക്കെ അശ്വതി പറയുന്നു. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കാം, സേതുവിനെ കുഞ്ഞിക്കാലം മുതൽ തന്നെ എല്ലാവരും ഒരു വയ്യാത്ത കുട്ടിയായിട്ടാണ് പരിഗണിച്ചതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ വിശ്വനാഥൻ പൊട്ടൻ എന്ന് സേതുവിനെ വിളിച്ചതും. ആ സങ്കടം സേതുവിനുണ്ട്. അശ്വതിയോട് സംസാരിക്കുന്ന നിഖിൽ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കംഫർട്ടബിൾ ആയി തോന്നിയത് അശ്വതിയാണ്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, എനിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. അത് കേട്ട് അശ്വതിക്ക് ഒരുപാട് സന്തോഷമാകും. രണ്ടുപേരും സംസാരിച്ചിരിക്കവേ
തന്നെ നിഖിലാണെങ്കിൽ അശ്വതിയുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. അവളും അതിനെല്ലാം നിന്ന് കൊടുക്കുകയാണ്. രണ്ടുപേർക്കുമിടയിൽ ഫീലിങ്സ് ഉണ്ടാവുകയാണ്. അതേസമയം തന്നെയായിരുന്നു നിഖിലിന്റെ കുഞ്ഞു സഹോദരി അവിടേക്ക് കയറി വന്നതും. അതോടുകൂടി രണ്ടാളും ഞെട്ടിപ്പോകും. കുഞ്ഞിനെ എടുത്ത് കുറച്ചുനേരം കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നു. അടുത്ത ദിവസം വിശ്വനാഥൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ വിളിച്ച് ലീവ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വിശ്വനാഥന് ആവശ്യമായ ലീവൊന്നും കിട്ടാത്ത ടെൻഷനിലാണ്. അതേസമയം തന്നെ അമ്മയെ നോക്കുവാനായിട്ട് ഡോക്ടർ വന്നിട്ടുണ്ട്. ഈ ഡോക്ടർ ഭാസ്കറിന്റെ പണ്ടത്തെ കൂട്ടുകാരനായിരുന്നു. ഡോക്ടർ നോക്കിയിട്ട് പറയുന്നത് അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അത് നന്നായി ഫുഡ് കൊടുക്കുന്നത് കൊണ്ടാകാം ബോഡി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഇല്ലാതെ വെന്റിലേറ്റർ റിമൂവ് ചെയ്താൽ ഒരു രോഗി ഇങ്ങനെ ഇരിക്കേണ്ടതല്ല എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറയുമ്പോൾ അത് കേട്ട് വിശ്വനാഥൻ ചോദിക്കുന്നത് അപ്പോൾ ആഹാരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് മരിച്ചു പോകുമല്ലോ എന്നാണ്. അത് കേട്ട് ഡോക്ടറിന് ദേഷ്യം വരും. ഡോക്ടർ പറയുന്നത് ഞാനൊരു ഡോക്ടറാണ്, എന്റെ ഉദ്ദേശം രോഗിയുടെ ജീവൻ നിലനിർത്തുക എന്നതാണ്, അല്ലാതെ കൊല്ലുകയല്ല. ഇത്രയും വലിയ കുടുംബക്കാരല്ലേ, കഷ്ടം, അമ്മയൊന്ന് നോക്കിക്കൂടെ, നല്ല ജോലിയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അത് കേട്ട് സേതു ആണെങ്കിൽ ഒരിക്കലും ഞാൻ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാതിരിക്കത്തില്ല. അമ്മ മരിക്കുന്ന സമയത്തും നന്നായിട്ട് ആഹാരം കഴിച്ചു വേണം അമ്മ മരിക്കാൻ. ഞാൻ എന്റെ അമ്മയെ പട്ടിണി കിടത്തില്ല, ഞാനല്ലേ എന്റെ അമ്മയെ നോക്കുന്നത് എന്നൊക്കെ സേതു പറയുന്നു. ഇവരുടെ സ്വഭാവങ്ങളൊന്നും കണ്ടിട്ട് സേതുവിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അടുത്ത ദിവസം എല്ലാവരും കൂടി അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കുവാനായി പോകാൻ റെഡിയായി ഇറങ്ങുകയായിരുന്നു. നിഖിലാണെങ്കിൽ സാരി ഉടുത്ത് നിൽക്കുന്ന അശ്വതിയെ തന്നെ നോക്കും. അശ്വതിക്കും നാണം വരുന്നുണ്ട്. എല്ലാവരും ഉത്സവത്തിലേക്ക് പോകും. വല്യമ്മയുടെ അടുത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതും. ഉത്സവത്തിന് അമ്പലത്തിലെത്തുന്ന സമയം തന്നെ നിഖിലും അശ്വതിയും മറ്റൊരു വഴിയിലൂടെ പോകും. എല്ലാവരും രാത്രി വരെ ഉത്സവമൊക്കെ കണ്ട് തിരിച്ചു വരും. പക്ഷേ നിഖിലും അശ്വതിയും മാത്രം എത്തത്തില്ല. രണ്ടുപേരും അവിടെയുള്ളൊരു പുഴക്കരയിലിരുന്ന് അവിടുത്തെ വെടിക്കെട്ടൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം നിഖിൽ പറയുന്നുണ്ട് എനിക്ക് തന്നോടുള്ളത് പോലെയുള്ള കംഫർട്ടബിൾ ഒന്നും മറ്റൊരാളോടും തോന്നിയിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് ഫ്രീഡം ഉണ്ട്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിക്കും. എന്നിട്ട് അതും പറഞ്ഞിട്ട് നിഖിൽ അശ്വതിയെ കിസ് ചെയ്യും. പക്ഷെ അശ്വതി ഇതിന് പ്രതികരിക്കത്തൊന്നുമില്ല. രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അത് നിഖിലിന്റെ ചേച്ചിയാണ്. അവനെ കാട്ടിയും ഒരുപാട് വയസ്സിന് മൂത്തതാണ് ഈ അശ്വതിയും. മാത്രമല്ല ഇവർ രണ്ടുപേരും സഹോദരങ്ങളുടെ മക്കളാണ് ഇവര്. എന്നിട്ട് ഇതൊക്കെ കാണിക്കുന്നത് തെറ്റല്ലേ? ഇവർ വീട്ടിലേക്ക് എത്തുന്ന സമയം ബാക്കിയുള്ളവരെല്ലാവരും വരുന്ന ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ചർച്ച എന്തെന്നാൽ വിശ്വനാഥന്റെ ടെൻഷൻ അമ്മ എപ്പോൾ മരിക്കുമെന്ന്. എത്രയും വേഗം മരിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് പോകാമായിരുന്നു, ജോലിക്കൊക്കെ പോകണം എന്നുള്ള രീതിയിലൊക്കെ വിശ്വനാഥൻ സംസാരിക്കും. അതെല്ലാം കേട്ട് സേതുവിന് വല്ലാതെ ദേഷ്യം വരികയാണ്. പക്ഷെ അന്ന് രാത്രി ഉറങ്ങുവാനായി കിടന്ന അശ്വതിക്കും നിഖിലിനും ഉറക്കമൊന്നും വരുന്നതേയില്ല. നിഖിലിനൊപ്പം കിടക്കുന്നത് ആരെന്നാൽ സേതു തന്നെയായിരുന്നു. സേതു ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ നിഖിലാണെങ്കിൽ അശ്വതിയുടെ റൂമിലേക്ക് എത്തി. എന്നിട്ട് ദേ സേതു അങ്കിളുടെ കയ്യിലിരുന്നത് എന്ന് പറഞ്ഞിട്ട് സേതു ഒളിപ്പിച്ച് വലിക്കുന്ന സിഗരറ്റ് കാണിക്കുന്നു. കുറച്ച് ലഹരി മരുന്നൊക്കെ കലർത്തിയിരുന്നതാണ്. ആരും അറിയാതെ രണ്ടാളും റൂമിലിരുന്ന് സിഗരറ്റൊക്കെ വലിക്കും. അതേസമയം റൂമിൽ ആരോ കൊട്ടുകയാണ്. പെട്ടെന്ന് തന്നെ അശ്വതി അവിടെ മാകി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കതക് തുറക്കുന്നു. മറ്റാരുമല്ല, അത് സേതു ആയിരുന്നു. സേതു ഉടനെ ചോദിക്കും നീ എത്ര സ്പ്രേ അടിച്ചാലും ഇതിന്റെ മണം എനിക്ക് കിട്ടും, എന്റെ റൂമിൽ നിന്നും എടുത്തുകൊണ്ടൊന്ന് വലിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോടൊപ്പം കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് സേതുവും അകത്തേക്ക് കടന്നു. എന്നിട്ട് സേതു അവിടെ നിന്ന് വലിക്കുകയാണ്. അതേസമയം നിഖിലും അശ്വതിയും സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് സേതു ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്ന ഉടനെ തന്നെ നല്ല കമ്പനിയായില്ലേ? അപ്പോൾ നിഖിലാണെങ്കിൽ അതേ എന്ന് പറഞ്ഞിട്ട് അങ്കിൾ എന്താ വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടി സേതു പറയുന്നത് എന്തെന്നാൽ എനിക്ക് ആദ്യം ഒരു വിവാഹം സെറ്റായതാണ്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ അറിയാതെ തന്നെ ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ അത് പെട്ടെന്ന് തന്നെ മുടങ്ങിപ്പോയി. നിന്റെ അച്ഛൻ ആ സമയത്ത് അന്നാ പ്രശ്നമുണ്ടാക്കിയില്ലേ, അതും ഒരു കാരണമാണ്. അത് കേൾക്കുന്ന നിഖിൽ ചോദിക്കുന്നത് അല്ലാതെ വേറൊരു പ്രശ്നവുമില്ലേ? വേറൊരു പ്രശ്നവുമില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം, അതൊന്നും എനിക്ക് അറിയത്തില്ല എന്നും സേതു പറയുന്നു. സേതുവിന് വിവാഹം കഴിക്കാൻ പറ്റാത്തതിനാൽ നല്ല സങ്കടമുണ്ട്. പക്ഷെ ആർക്കും സേതുവിനോട് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. സ്വന്തം ജീവിതം ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ജീവിച്ചു തീർക്കുന്ന ഒരു പാവമാണ് ഈ സേതു. അശ്വതി പണ്ടൊരു ബംഗാളി പയ്യനുമായിട്ട് റിലേഷൻഷിപ്പായിരുന്നു. അക്കാര്യം സേതു ചോദിക്കും. അപ്പോൾ അശ്വതി പറയുന്നത് അവനുമായിട്ടുള്ള ബന്ധം അത് എങ്ങനെയോ അങ്ങ് അവസാനിച്ചു, പിന്നീട് അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്നും അശ്വതി പറയുന്നു. അശ്വതിയും ഒരു ബ്രേക്കപ്പിൽ നിൽക്കുകയാണ്. അക്കാര്യമൊക്കെ സേതുവിനും അറിയാം. റിലേഷൻഷിപ്പിനെ പറ്റി രണ്ടുപേർക്കും ഒരു അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ടാണ് സേതു അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്നതും. ഏത് റിലേഷൻ ആയാലും എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സേതു പോകുന്നതും. സേതു എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ ഭാസ്കറിന് ഉറങ്ങുവാനേ പറ്റുന്നില്ല. വല്ലാത്ത ടെൻഷൻ, ജോലിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഭാസ്കർ ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് വരും.
അമ്മയെ കൊല്ലുവാനായിട്ട് തലയിണ കയ്യിലെടുക്കും. പക്ഷേ ഭാസ്കറിന് അതിന് മനസ്സ് വന്നില്ല. അതെല്ലാം കണ്ടുകൊണ്ട് വിശ്വനാഥൻ അവിടെ ഉണ്ടായിരുന്നു. വിശ്വനാഥൻ പറയുന്നത്, എടാ അതിന് പറ്റില്ലടാ, ഞാനും ഇത് ശ്രമിച്ചതാ, പക്ഷെ എന്നെ കൊണ്ട് നടക്കുന്നില്ല, ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ വിശ്വനാഥൻ ഭാസ്കറിനോട് ചോദിക്കുന്നു. രണ്ടുപേരും വീടിന് മുറ്റത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അശ്വതിയുടെ അമ്മ അവളുടെ റൂമിലേക്ക് എത്തിയിട്ട് അവളോട് പറയുന്നത്, നീ PSC എക്സാം ഒക്കെ എഴുതാനായിട്ട് നോക്ക്, ഇങ്ങനെ വെറുതെ ഇരിക്കാതെ, ജോലിയും കൂലിയും ഇല്ലാതെ നടക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന അശ്വതി പറയുന്നത്, എനിക്ക് PSC ജോലിക്ക് ഒരു ഗവൺമെന്റ് ജോലിയൊന്നും ചെയ്യാനായിട്ട് ഒരു താല്പര്യവുമില്ല, എന്നെ എന്റെ വഴിക്ക് വിട്, ഞാൻ സോഷ്യൽ വർക്കിൽ PG ചെയ്യുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ദേ നിന്റെ അച്ഛനെ അടുത്ത മാസം റിട്ടയർഡ് ആവുകയാണ്, ഇനി എങ്ങനെ നീ ജീവിക്കാനാ, നിന്റെ അച്ഛന്റെ ചിലവിൽ നീ ജീവിക്കുമോ എന്നൊക്കെ അവളെ വഴക്ക് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന്, അമ്മ എനിക്കൊന്ന് സ്വസ്ഥത തരുമോ എന്നൊക്കെ പറഞ്ഞ് അമ്മയുമായിട്ട് ദേഷ്യപ്പെട്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും. ഈ അമ്മയും മോളും മിക്ക ദിവസവും അടിയും വഴക്കുമാ. അക്കാര്യം അവളുടെ അച്ഛനും ആ വീട്ടിലുള്ള മിക്കുള്ളവർക്കും അറിയാം. അത്രയ്ക്കും വലിയ ഫൈറ്റാണ് അമ്മയും മകളും തമ്മിൽ നടക്കുന്നത്. കാരണം അമ്മ പറയുന്നത് മകൾക്ക് ഇഷ്ടമാകത്തില്ല, മകൾ പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാകത്തുമില്ല. അന്നേ ദിവസം രാത്രി ജയശ്രീ റൂമിൽ ബുക്കൊക്കെ വായിച്ചിരിക്കുന്ന സമയത്ത് വിശ്വനാഥൻ റൂമിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഭാസ്കറിന് സ്വത്ത് കൊടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അയാൾ സംസാരിക്കുന്ന സമയത്ത് ജയശ്രീ പറയുന്നത്, അന്നവൻ ഇറങ്ങിപ്പോയ സമയത്ത് അവന് സ്വത്തൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പോൾ അവൻ എന്താ സ്വത്ത് വേണ്ടത്, നിങ്ങളെല്ലാം ആലോചിച്ചും കണ്ട് ചെയ്യുമെന്ന് പറയുന്നു. അതേസമയം തന്നെ അശ്വതിയുമായി വഴക്കിട്ട കാര്യവും ജയശ്രീ പറയുന്നുണ്ട്. അവൾക്ക് ഈഗോയ എന്നോട്, അവൾ പറയുന്നത് എനിക്കാണെന്നാ എന്നൊക്കെ പറഞ്ഞ് അന്ന് നടന്ന സംഭവം എല്ലാം തുറന്നു പറയുന്നു. അത് കേട്ട് വിശ്വനാഥൻ പറയുന്നത്, നമ്മുടെ മോളല്ലേടി, നീ ഒരു സോറി പറ, അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളല്ലാതെ വേറെ ആര് ക്ഷമിക്കാനാ എന്നുള്ള കാര്യം വിശ്വനാഥൻ പറയുന്നു. പക്ഷെ ക്ഷമ പറയുവാനായിട്ട് ജയശ്രീ കൂട്ടാക്കുന്നില്ല. അവളല്ലേ ഇത്രയും പറഞ്ഞതിന് എന്നോട് ക്ഷമ ചോദിക്കേണ്ടത്, ഞാൻ എന്തിനാ അവളോട് ക്ഷമ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശ്വനാഥനാണെങ്കിൽ ഞാനെങ്കിൽ പോയി മോളോട് സംസാരിച്ച് അവളെ താഴേക്ക് വിളിച്ചു കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതേസമയം അശ്വതി എന്ത് ചെയ്യുന്നെന്നാൽ അശ്വതിയുടെ റൂമിലേക്ക് നിഖിൽ എത്തുകയാണ്. നിഖിലിനോട് അമ്മയെ പറ്റി അവൾ ഒരുപാട് കുറ്റം പറയും. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നിഖിൽ പറയുന്നത്, ദേഷ്യപ്പെടുമ്പോൾ നിന്നെ കാണാൻ എന്ത് ക്യൂട്ടാ എന്ന് പറയുന്നു. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് കട്ടിൽ കിടന്നാണ് സംസാരിക്കുന്നത്. രണ്ടുപേർക്കും ഫീലിങ്സ് ഉണ്ടാവുകയും അവിടെ വെച്ച് അവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതേ സമയമായിരുന്നു വിശ്വനാഥൻ അശ്വതിയോട് സംസാരിക്കുവാനായിട്ട് മുകളിലേക്ക് കയറി ചെന്നതും. അവരുടെ ഭാഗ്യദോഷത്തിന് റൂം അവർ പൂട്ടാൻ മറന്നുപോയി. രണ്ടുപേരും കട്ടിലിൽ കിടന്ന് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത് വിശ്വനാഥൻ കാണുകയാണ്. വിശ്വനാഥൻ ഉടനെ തന്നെ റൂമിലേക്ക് ചെന്നിട്ട് നിഖിലിനെ വലിച്ചിറക്കി അടിക്കുന്നു. നിഖിലും പേടിച്ചു പോകുന്നു. അവൻ അവിടെ നിന്നും ഇറങ്ങി താഴേക്ക് ഓടുന്ന സമയത്ത് വിശ്വനാഥന് പിറകെ ഓടിയിട്ട് നിഖിലിനെ അവിടെ എടുത്തിട്ട് അടിക്കും. നിഖിലിന്റെ ബഹളം എല്ലാം കേട്ട് ഭാസ്കർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നിന്റെ മകനെ എന്റെ മകളോട് എന്ത് വൃത്തികേടാ ചെയ്തത് എന്ന് ചോദിക്കടാ എന്നൊക്കെ പറഞ്ഞാണ് നിഖിലിനെ തല്ലുന്നതും. അത് കേട്ട് ഭാസ്കർ പറയുന്നത്, വന്ന ദിവസം മുതലേ ഇവന്റെ പിറകെ നടക്കുന്നത് നിങ്ങളുടെ മകളാ, അവളെ പോയി അത് നേരെയാക്കെന്ന് ഭാസ്കർ പറയുന്നു. ഈ ബഹളം എല്ലാം കേട്ട് സേതുവും അവിടേക്ക് ഇറങ്ങി വരികയാണ്. സേതു രണ്ടുപേരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമെങ്കിലും രണ്ടുപേരും കേൾക്കുന്നില്ല. എന്നാൽ ആ വഴക്കിനിടയിലെല്ലാം സേതുവിനെ വെറുതെ വിശ്വനാഥനാണെങ്കിൽ പൊട്ടൻ പൊട്ടൻ എന്ന് പറയുന്നു. അപ്പോഴാ ദേഷ്യം വന്നിട്ട് സേതു പറയുന്നുണ്ട്, എന്നതേ മേലാൽ പൊട്ടൻ എന്ന് വിളിച്ചു പോവരുത്. എന്നാൽ അത് കേട്ടിട്ട് ഭാസ്കർ ആണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, പറയട പൊട്ട എന്നൊക്കെ പറയുന്നു. ഭാസ്കർ ഇറങ്ങിപ്പോയപ്പോൾ വീടിനുണ്ടായ നാണക്കേടും അച്ഛൻ അനുഭവിച്ച മാനസിക പ്രശ്നത്തെക്കുറിച്ചെല്ലാം വിശ്വനാഥൻ പറഞ്ഞ് ഭാസ്കറിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. വിശ്വനാഥന് മറുപടി കൊടുത്തു കഴിഞ്ഞ ഭാസ്കർ ആണെങ്കിൽ സേതുവിനെ കണ്ടതും നീ പറയട പൊട്ട എന്ന് ഭാസ്കർ പറയുന്നു. അത് കേട്ടതും സേതുവിന് ദേഷ്യം വരും. ദേ ഞാൻ ഒരു തവണ പറഞ്ഞു എന്നെ പൊട്ട എന്ന് വിളിക്കരുതെന്ന്, ഞാൻ പൊട്ടനല്ല, ചേട്ടനാണെന്നോ സഹോദരനാണെന്നോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്കൊന്നും ഒട്ടും സ്നേഹമില്ല, ആരോടും ആത്മാർത്ഥതയില്ല, നിന്നെയൊക്കെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയതേ അവസാനം അമ്മയ്ക്ക് കുറച്ച് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളെങ്കിലും കൊടുക്കാമല്ലോ, എല്ലാവരും കൂടി സന്തോഷമായിട്ടൊന്ന് നിൽക്കട്ടെ എന്ന് കരുതിയ നിന്നെയൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, നീയൊന്നും ഒരിക്കലും ശരിയാകാൻ പോണില്ല, കാരണം നിനക്കൊന്നും ആരോട് സ്നേഹമില്ലടാ, നാളെ എല്ലാ എണ്ണവും ഈ വീട്ടിൽ നിന്ന് പൊക്കിയോളണമെന്ന് ദേഷ്യപ്പെട്ട് സേതു പറയുന്നു. മാത്രമല്ല ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടുനിന്ന വല്യമ്മയുണ്ടല്ലോ ആരെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച സേതു ആണെങ്കിൽ വല്യമ്മയോടും പറയുന്നുണ്ട്, നാളെ പെട്ടിയും കിടക്കയും എടുത്ത് ഇവിടെ നിന്ന് പുറപ്പെട്ടോളണമെന്ന്. അടുത്ത ദിവസം രാവിലെയായി. വല്യമ്മ രാവിലെ തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് വല്യമ്മയുടെ വീട്ടിലേക്കും പോയി. പിന്നെ ഭാസ്കറും രാവിലെ പോയി തനിക്ക് സ്വത്തൊന്നും വേണ്ട എന്നുള്ള ഒരു സമ്മതപത്രവും എഴുതി സേതുവിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് സേതുവിനോട് പറയുന്നുണ്ട്, ഒരിക്കലും ചേട്ടൻ ശരിയാകത്തില്ലടാ, ഞാൻ ശരിയാകുമെന്ന് കരുതി, പക്ഷേ ചേട്ടന്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നും സേതുവിനോട് ഭാസ്കർ പറയുന്നു. കാരണം ഇവർ 3 പേരിലും
കുറച്ച് കുഴപ്പം കൂടുതൽ ഈ വിശ്വനാഥനാണ്. അതുകൊണ്ടാണ് ഭാസ്കർ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഭാസ്കർ തന്റെ കുടുംബത്തെയും കൂട്ടി UK പോകുവാനായി തീരുമാനിച്ചു. ടിക്കറ്റ് എല്ലാം അവർ ബുക്ക് ചെയ്തു. കുറച്ചു ദിവസം നേരത്തെയാണ് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത്. പോകുന്ന ദിവസമായി എല്ലാവരും റെഡിയായി ഇറങ്ങുന്ന സമയം തന്നെ ഭാസ്കർ ആണെങ്കിൽ നിഖിലിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ പോയി അശ്വതിയോട് യാത്ര പറഞ്ഞിട്ട് വരുവാനായും പറയുന്നു. അങ്ങനെ നിഖിൽ അശ്വതിയുടെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അശ്വതിയോട് ഒരുപാട് നന്ദി പറയും. എനിക്ക് എൻ്റെ മനസ്സിൽ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. കാരണം നീ എൻ്റെ കൂടെയുള്ള ആ ഓരോ നിമിഷവും ഞാൻ അതെല്ലാം മറന്നിരുന്നു. അത് കേട്ട അശ്വതിയും നിഖിലിനോട് ഒരുപാട് നന്ദി പറയുന്നു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ് ഒന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്നും അശ്വതി പറയുന്നു. അവളോട് യാത്രയും പറഞ്ഞ് നിഖിൽ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അശ്വതിക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല. അവർ പോകുവാനായി ഇറങ്ങുന്ന സമയം ഭാസ്കർ സേതുവിനെ കെട്ടിപ്പിടിച്ച് യാത്രയും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഒന്ന് പുറത്തോട്ട് പോലും ഇറങ്ങി വരാതെ വിശ്വനാഥനും ഭാര്യയും റൂമിൽ തന്നെ ഇരിക്കുകയാണ്. വിശ്വനാഥൻ ജനലിൽ കൂടെ അവർ പോകുന്നതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. സേതു അവരെ യാത്ര അയച്ചു. അവർ പോയി കഴിഞ്ഞതും സേതുവാണെങ്കിൽ അമ്മയെ കാണുവാനായിട്ട് എത്തുകയാണ്. അപ്പോഴും നാരായണി ഒരേ കിടപ്പിൽ തന്നെയാണ്. മറ്റൊരു വശത്ത് എയർപോർട്ടിലേക്ക് കാറിൽ പോവുകയാണ് ഭാസ്കറും കുടുംബവും. നല്ല മഴ സമയം. മഴയത്തവർ പോകുന്ന സമയം തന്നെ സേതുവിന്റെ കോൾ ഭാസ്കറിന് വരികയാണ്. ഫോൺ എടുത്ത ഭാസ്കർ ആണെങ്കിൽ പറ സേതുവേട്ട എന്ന് പറഞ്ഞിട്ട് എന്തോ ഞെട്ടി നിൽക്കുന്നത് പോലെ കാണിച്ച് കോളും കട്ട് ചെയ്യുന്നു. അതേസമയം വണ്ടി നിർത്താൻ പറഞ്ഞ ഭാസ്കർ ആണെങ്കിൽ വണ്ടി തിരിച്ചു വിടുവാനായും പറയും. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, നാരായണി മരിച്ചു പോയെന്ന്. തന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന ഭാസ്കറിനെയും കുടുംബത്തെയും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.